ഈ അടുത്ത കാലത്ത് ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനം നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനായാലും ക്രിസ്ത്യൻ സമുദായത്തിനായാലും പൊതുവെ ഒരു സംഘടിത ശക്തിയുണ്ട്. അത് സർക്കാരിലായാലും അവർക്ക് സ്വാധീനം ചെലുത്താൻ കഴിയും. പക്ഷേ ഹിന്ദു സമൂഹങ്ങൾക്ക് ഈ പ്രത്യേകിച്ചും ഹിന്ദു ഐക്യവേദിയുടെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയൊരു സ്വാധീനം ചെലുത്തുന്നതിൽ നിന്ന് പിന്നോട്ടാണ്. മാത്രമല്ല അവരുടെ പല സമുദായ നേതാക്കന്മാരും ഇപ്പോൾ അവഗണന നേരിടുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. ആ സാഹചര്യത്തിൽ ഹിന്ദു ഐക്യവേദിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? എന്തൊക്കെയായിരുന്നു തീരുമാനങ്ങൾ? ഇപ്പോൾ ഹിന്ദു നേതൃസമ്മേളനം കേരളത്തിൽ നടന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസം 26 എറണാകുളത്ത് വെച്ച് നടന്നു. 150ഓളം ഹിന്ദു സംഘടനകളുടെ ചെറുതും വലുതുമായ സംഘടനകളുടെ പ്രതിനിധികൾ ഇതിൽ പങ്കെടുത്തു. 220ഓളം നേതാക്കന്മാരവിടെ വന്നു. അവരുടെ എല്ലാം പ്രശ്നം, അവരെല്ലാവരും ഒരേപോലെ പറയുന്നു, ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഞങ്ങൾക്ക് അവഗണന നേരിടുന്നു എന്നാണ്. അത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ, പട്ടികജാതിക്കാർ, ഹിന്ദു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ, എല്ലാ വിഭാഗം ആളുകളും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുകയാണ്. ഇവിടെ നമ്മൾ ഹിന്ദു ഐക്യവേദി ഈ ഹിന്ദു സംഘടനകളും എല്ലാം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഹിന്ദുക്കളുടെ ഈ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സർക്കാരുകൾ തയ്യാറാവാത്തതിൻ്റെ കാര്യം എന്താണ്? എന്നാണ് ഹിന്ദുക്കളുടെ ഈ പിന്നോക്കാവസ്ഥ, ഹിന്ദുക്കളുടെ സാമ്പത്തിക സാമൂഹ്യ അവസ്ഥ, എക്കണോമിക്കലായിട്ടുള്ള സോഷ്യലായിട്ടുള്ള അവസ്ഥ പഠിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ തയ്യാറാവാത്തത്? മറ്റു സമുദായങ്ങളുടെ പഠിക്കാനും അതിന് ശുപാർശകൾ പരിഹരിക്കാൻ വേണ്ട ശുപാർശകളും ഒക്കെ സമർപ്പിക്കുകയും അത് സർക്കാർ തന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ ക്രൈസ്തവരുടെ പരാതി ഉണ്ടായിരുന്നു. ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ JB കോശി കമ്മീഷൻ നിയോഗിച്ചിരുന്നു. അതിനും വർഷങ്ങൾക്ക് മുൻപ് അച്യുതാനന്ദൻ സർക്കാർ ഇരിക്കുന്ന സമയത്ത് പാലോളി മുഹമ്മദ് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിച്ച് പരിഹരിക്കാനായിട്ടുള്ള കമ്മീഷൻ വന്നു. എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ ഈ നാട്ടിലെ ഒരു സർക്കാരും തയ്യാറാവാത്തത്? ഇവിടെ പട്ടികജാതിക്കാരുടെ സ്ഥിതി എന്താണ്? പട്ടികവർഗ വിഭാഗങ്ങളുടെ സ്ഥിതി എന്താണ്? അതേപോലെ പിന്നോക്ക ഹിന്ദുക്കളുടെ സ്ഥിതി എന്താണ്? അവർക്ക് കിട്ടേണ്ട സംവരണ ആനുകൂല്യം എന്തുകൊണ്ടാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്? ഇപ്പോൾ നോക്കൂ, OBH ഗ്രൂപ്പുണ്ട്, ഹിന്ദുക്കളിലെ പിന്നോക്ക ഹിന്ദു ഗ്രൂപ്പാണ് OBH. അവർക്ക് 3% സംവരണമാണുള്ളത്. അതായത് OBCയിൽ പെടാത്ത ഹിന്ദുക്കളാണ് OBH, അതർ ബാക്ക്വേഡ് ഹിന്ദുസ്. ഏകദേശം കേരളത്തിൽ 100ലേറെ സമുദായങ്ങളുണ്ട്, OBH സമുദായങ്ങൾ 100ലേറെ സമുദായങ്ങളുണ്ടെന്നാണ് കണക്ക്. അവരെല്ലാവരോടും ചേർന്നൊരു 50 ലക്ഷത്തോളം ജനങ്ങൾ കേരളത്തിലുണ്ട്. 3% സംവരണമാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നാൽ കേരളത്തിൽ 12% സംവരണം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ മതസംവരണം അത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. മതസംവരണം നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്നില്ല, എങ്കിൽ പോലും അതിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പിന്നോക്ക ഹിന്ദുക്കൾക്ക്, അതർ ബാക്ക്വേഡ് ഹിന്ദുക്കൾക്ക് കിട്ടേണ്ട സംവരണം അത് ലഭിക്കുന്നത് ആർക്കാണ്? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത് ഇപ്പോൾ ശാസ്ത്രീയമായി ഇപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഈ 12% മുസ്ലിം സംവരണം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നുള്ളത് ഒരു പഠനത്തിലൂടെയല്ലേ വ്യക്തമാകുക. ആ പഠനം എന്തുകൊണ്ടാണ് നടക്കാത്തത്? അതുകൊണ്ട് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്, പട്ടികജാതി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, പട്ടികവർഗ വിഭാഗങ്ങളുടെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങളായാലും പട്ടിക വിഭാഗങ്ങൾ ഭൂമിയില്ലാത്ത പ്രശ്നം വളരെ രൂക്ഷമാണ്. ഭൂരഹിതർ, ഭവനരഹിതർ. ഇപ്പോൾ നോക്കൂ, പട്ടികജാതിക്കാരുടെ കഴിഞ്ഞ CAG റിപ്പോർട്ട് പുറത്തു വന്നു. ആ CAG റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പട്ടികജാതിക്കാർക്ക് അനുവദിക്കപ്പെട്ട ഫണ്ട് അത് ചിലവാക്കുന്നില്ല, അത് വെട്ടിക്കുറയ്ക്കുകയാണ്. പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നു. ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന വിഹിതം ലാപ്സാവുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നു. ഓരോ ബഡ്ജറ്റിലും വെട്ടിക്കുറയ്ക്കുന്നു. പരിഗണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ലാപ്സായി കളയുന്നു. ഇപ്പം ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം CAG റിപ്പോർട്ടിൽ പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 2 കോടി രൂപ പട്ടികജാതി കോളനി, അതായത് ഉന്നതിയിൽ ചിലവാക്കാൻ, ഉന്നതിയിൽ ഉള്ള പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായധനം കൊടുക്കാൻ വേണ്ടി 2 കോടി രൂപ സർക്കാർ ബഡ്ജറ്റിൽ നീക്കി വച്ചിരുന്നു. നയാ പൈസ അതിൽ നിന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ പട്ടികജാതിക്കാരുടെ ഉന്നത വിദ്യാഭ്യാസം എങ്ങനെ നടക്കും? അവർക്ക് സാമ്പത്തിക സഹായം കിട്ടാത്തതുകൊണ്ട് പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉന്നത പഠനം അവർ ഉപേക്ഷിക്കുകയാണ്. മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല അവർക്ക്. പക്ഷേ അവർക്ക് കിട്ടേണ്ട സഹായം സർക്കാർ കൊടുക്കുന്നില്ല. 10 കോടി രൂപയാണ് വാത്സല്യനിധി, അതായത് പട്ടികജാതി വിഭാഗത്തിലെ പെൺകുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയും അവരുടെ വിവാഹത്തിനും ഒക്കെ വേണ്ടി ചിലവാക്കേണ്ട പണമാണ്. 10 രൂപ അതിൽ നിന്നും ചിലവാക്കിയിട്ടില്ല. അപ്പോൾ പട്ടികജാതിക്കാർക്ക് കൊടുക്കേണ്ട പണം കൊടുക്കാതിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് കേരളത്തിലെ CAG ആണ്.
CAGയുടെ റിപ്പോർട്ടിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ പട്ടികജാതിക്കാർക്ക് പ്രശ്നമുണ്ട്. പട്ടികവർഗ്ഗക്കാരെ സംബന്ധിച്ചിടത്തോളം പട്ടികവർഗ്ഗക്കാരുടെ ഭൂമിക്ക് അവകാശം, അവർക്ക് പട്ടയം കൊടുക്കുന്നില്ല. പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് പട്ടയം കൊടുക്കാമെന്ന് ജാനുവിൻ്റെ സമരകാലത്ത് AK ആന്റണി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. നാളിൽ വരെ അവർക്ക് പട്ടയം കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്ക് ഭൂമിയുടെ അവകാശമില്ല എന്ന് മാത്രമല്ല, പട്ടികവർഗ്ഗക്കാരുടെ ഇടയിൽ മതം മാറ്റം വ്യാപകമാണ്. പട്ടികവർഗ്ഗക്കാർ മതം മാറിയാലും അവർക്ക് സംവരണം കിട്ടും. അതെ, യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ സുപ്രീം കോടതിയുടെ ഒരു നിർണായകമായ നിരീക്ഷണവും വിധിയും വന്നു. ആ വിധിയിലേക്ക് സുപ്രീം കോടതി പറഞ്ഞു, പട്ടികവർഗ്ഗക്കാർ മതം മാറുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ഗോത്ര സംസ്കൃതിയിൽ നിന്ന് അവർ മാറിപ്പോവുകയാണ്. പട്ടികവർഗ്ഗക്കാരുടെ തനതായ സ്വത്വബോധത്തിൽ നിന്ന് അവർ മാറിപ്പോവാണ്. അവരെ പിന്നെ ഗോത്രവർഗ്ഗക്കാരായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് സംവരണം കൊടുക്കാൻ പറ്റില്ല, അവർക്ക് ഗോത്രവർഗ്ഗത്തിൻ്റെ അതേ സ്റ്റാറ്റസ് കൊടുക്കാൻ പറ്റില്ല എന്ന് കോടതി വിധി വന്നു, സുപ്രീം കോടതി. ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത് പട്ടികവർഗ്ഗക്കാർ മതം മാറിയാൽ അവർക്ക് സംവരണം കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ കേരളത്തിൽ പല ഗോത്രവർഗ്ഗ കേന്ദ്രങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് മലയാള വിഭാഗത്തിലും കുറിച്യരെയും കുറുമരെയും ഒക്കെ വ്യാപകമായ തോതിൽ മതം മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പട്ടികവർഗ്ഗക്കാർക്കും പട്ടികജാതിക്കാരെ പോലെ മതം മാറിയാൽ സംവരണം കൊടുക്കാൻ പാടില്ല എന്നുള്ള നിയമം കേരളത്തിൽ കൊണ്ടുവരണം എന്ന ആവശ്യം ഹിന്ദു ഐക്യവേദി ഉന്നയിക്കുകയാണ്. അപ്പോൾ അവരുടെ ഇടയിൽ പ്രശ്നമുണ്ട്. ഇപ്പോൾ മുന്നോക്ക വിഭാഗത്തിലെ ഹിന്ദുക്കൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം EWS സംവരണമുണ്ട്. 10% സംവരണം മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും കിട്ടും. ആ സംവരണത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കേരളത്തിൽ പലപ്പോഴും കൊടുക്കുന്നില്ല. സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ അവരെ കഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ആരോപണമുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയമിക്കണം എന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. ഇത്തരം കാര്യങ്ങളാണ് ഹിന്ദു ഐക്യവേദിയുടെ ആ ചർച്ചയിൽ ഉയർന്നു വന്നത്. അവരുടെ സാമ്പത്തിക സാമൂഹ്യ വിഷയങ്ങൾ പരിഹരിക്കാൻ ഒരു കമ്മീഷൻ വേണം എന്നാണ് ഹിന്ദു ഐക്യവേദി ആ സമ്മേളനത്തിൽ ഉയർത്തിയത് പ്രധാനമായിട്ടും.